രാവിലെ മുറ്റത്തോട്ട് ഇറങ്ങിയത് ആദ്യം ഒരു മുല്ലപ്പൂവാണ് കേട്ടോ കണ്ണിലുടക്കിയത്. മുല്ല പിന്നെ എവിടെയാണെങ്കിലും നമ്മളെ മാടി വിളിക്കുമല്ലോ. പിന്നെ അപ്പോഴേ അതെടുത്ത് തലയിലോട്ട് വെച്ചു. ഈ റോസ് കണ്ടില്ലേ, ഞാനൊന്ന് പറഞ്ഞില്ല കുറേ മുട്ടായിട്ട് നിൽപ്പുണ്ട് വിരിയുമ്പം കാണിക്കാമെന്ന്. ഇത് നിറച്ച് വിരിഞ്ഞിട്ടുണ്ട്, നല്ല ഭംഗിയാണ്, നല്ല മണമാണ്. ഇതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഈ ഓണം അറിയിച്ചുകൊണ്ട് എല്ലാ പൂക്കളും വിരിഞ്ഞ് വരുന്നുണ്ട്. അതിന് ഓണം ആകുമ്പോഴത്തേനും നിറച്ച് പൂക്കളായിരിക്കും. അപ്പോൾ ഞാൻ കുറേ നേരം റോസൊക്കെ നോക്കിയിരുന്നു. കുറേ നല്ല കളർ, എന്നെ ബ്രൈറ്റ് കളറാണെന്നറിയോ ഈ മഴയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ പൂക്കളൊക്കെ നോക്കി നിന്നേ. അപ്പോഴും ഞാൻ ഇറങ്ങിയ കാര്യം ഓർത്ത്. ശരിക്കും ഞാൻ ഇച്ചിരി കാന്താരി പറിക്കാൻ ഇറങ്ങിയതാണ്. കപ്പ വേവിച്ച് വെച്ചിട്ട് കപ്പയ്ക്ക് ചതച്ചിടാനായിട്ട് കാന്താരി പറിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ പിന്നെ പെട്ടെന്ന് കാന്താരിയൊക്കെ പറിച്ചു കൊണ്ടുപോയി കപ്പയ്ക്കുള്ള ചതയ്ക്കുവാണേ. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, ഞങ്ങൾ പറമ്പിൽ പോകുന്ന ദിവസമാണേ. പറമ്പിൽ പോകുമ്പോൾ ഇച്ചിരി കപ്പയും മീനൊക്കെ വേവിച്ചുകൊണ്ട് പോയാൽ വിശക്കുകയല്ല ഉച്ചവരെ. അങ്ങനെ ഞാൻ കപ്പയ്ക്ക് അരപ്പൊക്കെ ഇട്ടു. ഒരു സൈഡിൽ മീൻകറി തിളപ്പിക്കാൻ വെച്ചു. ഇന്നലെ വെച്ചായിരുന്നു മീൻകറിയെ, അതുകൊണ്ട് പിന്നെ എളുപ്പമായിരുന്നു. പിന്നെ ഇനി നമുക്കൊരു തോരനും കൂടെ വെച്ചാൽ മതി. രാവിലെ തോരനുള്ള വൻപയർ ഞാൻ വേവിച്ച് വെച്ചായിരുന്നു. ഇനിയിപ്പോൾ തോരനാക്കിയാൽ മതി. ഞാനൊന്നും പറഞ്ഞില്ല, എണ്ണയെല്ലാം ഇവിടെ ഉറഞ്ഞിരിക്കും തണുപ്പാകുമ്പോൾ. അപ്പോൾ നല്ല തണുപ്പായിട്ടുണ്ട്, എണ്ണയൊക്കെ ഉറച്ചിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ കത്തിച്ച് പിന്നെ വറ്റൽമുളകും ചുമന്നുള്ളിയും ഇച്ചിരി കരിയാപ്പിലയും കൂടി ഇട്ട് കടുവൊക്കെ വറുത്ത് അതിനകത്തേക്ക് ശക്കലം മുളക് പൊടി ഇട്ട് പിന്നെ ഇച്ചിരി തേങ്ങയും കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുവേ. പിന്നെ പയറും ഇട്ടങ്ങ് ഇളക്കിയെടുക്കും. സിമ്പിളാണിത്. അപ്പം തോരനൊക്കെ ആക്കി ഇനിയിപ്പോൾ നമുക്ക് വലിയ പണികളൊന്നുമില്ല. അപ്പോൾ ദേവട്ടിനോട് പാല് മേടിക്കാൻ പറഞ്ഞാൽ അവനെ പാല് മേടിക്കാൻ വിട്ടേ. അപ്പോഴത്തേന് കപ്പ ഇളക്കാറായിരുന്നു. കപ്പയൊക്കെ ഇളക്കിയിട്ട് നിന്നപ്പോഴത്തേന് അമ്മേ ഇതാരാമ്മേ എന്നൊരാൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നന്ദൂട്ടനെ. എൻ്റെ പേഴ്സിൽ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തിട്ട് അവൻ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഓടിച്ചെന്നത് അവൻ കീറിക്കളയല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഫോട്ടോസ് തന്നെയാണ്. അപ്പോൾ അതെല്ലായിടത്തും സൂക്ഷിച്ച് വെച്ചേക്കുന്നതായിരുന്നു. പിന്നെ അത് ആരാന്നൊക്കെ അവനോട് പറഞ്ഞു കൊടുത്തു കേട്ടോ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദേവൂട്ടൻ വന്ന് പാലുമായിട്ട്. പിന്നെ ഞങ്ങൾ ചായ ഇടാനായിട്ട് പോയേ. അവൻ തന്നെ പാല് മേടിച്ചുകൊണ്ട് വരുമ്പോൾ അവൻ തന്നെ ചായ ഇടണമെന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ അവൾക്ക്. അവന് കൂടെ കയറിയിരിക്കും. അമ്മ ഞാൻ നോക്കിക്കോളാം, ഞാൻ നിർത്തിക്കോളാം എന്ന് പറഞ്ഞ് കൂടെ കയറി ഇരുന്നതാണേ. അപ്പോൾ അങ്ങനെ ചായയൊക്കെ ഇട്ട് ഞാൻ ഇനി ചായ കുടിക്കട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ.